ഇപ്പൊ ഈ കുറെ ഹൊറർ സിനിമകളൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ പറയുമല്ലോ അത് ചെയ്തിരുന്ന സമയത്ത് മൊത്തത്തിൽ അതിന്റെ ആംബിയൻസിലൊക്കെ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ. മണിച്ചിത്രത്താഴിൽ ഇപ്പൊ ഇതിന്റെ പാട്ടുകളാണെങ്കിലും അത് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും അങ്ങനത്തെ സ്ഥലങ്ങളാണല്ലോ, അതിന്റെ ഒരു ആംബിയൻസും ഇതൊക്കെ. അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അവിടെ എന്ന് പറയണേ നമ്മൾ ഈ പറഞ്ഞ ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയൊരു അങ്ങനെ ഫീലിംഗ് ഉണ്ടായിരുന്നു. നൈറ്റിൽ ഷൂട്ട് ചെയ്യാണല്ലോ, പറയും ആ സമയത്തുള്ള ഒരു ഫീലിംഗ്, മന്ത്രവാദവും തിലകൻ ചേട്ടനും മറ്റേ മറിച്ച് ആ സമയത്തൊരു അറ്റ്മോസ്ഫിയർ ചെറിയൊരു, പിന്നെ ഷൂട്ടിങ് ഇടയ്ക്കിടെ കട്ടായി പോവല്ലോ, അപ്പൊ നമ്മള് വീണ്ടുപോയി. പക്ഷെ ആ സമയത്ത് ലൈറ്റ് നൈറ്റ് ഒക്കെ ഫുൾ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അന്തരീക്ഷ ഓർമ്മ 1 മാസം കൊണ്ടാണ് ഈ പടത്തിന് ഷൂട്ടിംഗ് തീർത്തത്. 2 യൂണിറ്റ് ഉണ്ടായിരുന്നു, 2 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. അത് എഫക്റ്റീവ്ലി 2 മാസം ഷൂട്ട് ചെയ്ത ഒരു ഇതുണ്ടാവും 2 യൂണിറ്റ് വരുമ്പോൾ. ഒരേ ടൈം നടക്കും 2 യൂണിറ്റ് നടക്കും. അപ്പോ എന്നാലും ഭയങ്കര ഫാസ്റ്റ് ആണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു. സത്യം. അന്നത്തെ കാലത്ത് വേറെ മോണിറ്ററോ കാര്യങ്ങളൊന്നും. ലാലേട്ടൻ ചോദിക്കും എന്താണ് അതിന്റെ സെക്കൻഡ് ലാംഗ്വേജ്? ഹിന്ദി. കിണ്ടിയാ അല്ലേ? ഹിന്ദി കിണ്ടിയാ കണ്ടിട്ടോ ശരിക്കും. നമ്മൾ ഈ ജഗദീശന്റെ ഒക്കെ ചില ക്യാരക്ടേഴ്സിനെ പറഞ്ഞു എന്താണ് നിനക്കൊരു കള്ള ലക്ഷണം എന്ന്. അതില് ചന്തു കറക്റ്റ് അങ്ങനെയാ ഫുൾ ഓൺ. ആരെങ്കിലും ചോദിച്ചു? അല്ല, ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആ സിനിമയിൽ ആദ്യം അഭിനയിക്കാൻ പോയപ്പോ ഇത്രയും നല്ല ക്യാരക്ടറാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സ്റ്റാർസിന്റെ കൂടെ അഭിനയിക്കുന്നത്. ലാലേട്ടൻ, സുരേഷ് ചേട്ടൻ, ഇന്നസെന്റ് ചേട്ടൻ, വേണുചേട്ടൻ, തിലകൻ ചേട്ടൻ, ലോകത്തുള്ള എല്ലാവരും ഉണ്ട്. അന്ന് സുരേഷ് ചേട്ടൻ സൂപ്പർ സ്റ്റാർ ആയ സമയമാണ്. ഏകലവ്യനും കമ്മീഷണർ കഴിഞ്ഞ് 2 സൂപ്പർ സ്റ്റാറുകൾ. അപ്പൊ തന്നെ പിന്നെ വേറെ ആരൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടാവോ? ഇവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ കഥയൊന്നും കേട്ടിട്ടില്ല. ഫാസിൽ സാറൊക്കെ വിളിക്കുമ്പോ എന്ത് കഥ കേൾക്കാനാ? ഇതൊക്കെ നമ്മൾ വിളിക്കാൻ വേണ്ടി എപ്പോഴെങ്കിലും വിളിക്കുവോ, നമ്മളൊക്കെ അറിയോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോള് വരുന്നത്. സാറിന്റെ പടത്തിൽ അഭിനയിക്കാനായി ഞെട്ടിപ്പോയി. അങ്ങനെ പോയത്. എന്നോട് അതിന് മുമ്പ് ആരോ പറഞ്ഞിരുന്നു ഇങ്ങനെ ഫാസിൽ സാറൊക്കെ ഒന്ന് വിളിക്കണം, ഒന്ന് വിളിക്കാം. പൊതുവെ വിളിക്കാൻ ഭയങ്കര മോശമാണ് അങ്ങോട്ട് വിളിക്കാൻ. അപ്പോൾ വിളിക്കണം. അന്നത്തെ കാലത്ത് മൊബൈലും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ, പിന്നെ അങ്ങനെ വിളിക്കാറുമില്ല. അങ്ങനെ അപ്രതീക്ഷിതമായി പെട്ടെന്ന് സാർ എന്നെ വിളിക്കുന്നു, എന്താ സംഭവം? അവിടെ ചെന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഒന്നും ഉണ്ടാവില്ല, വെറുതെ എന്തെങ്കിലും ചെറിയ പരിപാടിക്ക് വിളിച്ചായിരിക്കും എന്ന് വിചാരിച്ചു. മാത്രമല്ല അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ എടുത്തിരുന്ന ഗ്രൂപ്പിൽ, കുടുംബത്തിന്റെ ഗ്രൂപ്പിൽ ഒന്ന് എത്തി നോക്കുന്നു, റിയാക്ഷൻസ് മാത്രമേ ഉള്ളൂ, ഡയലോഗ്സ് ഒന്നുമില്ല. അപ്പൊ ഞാൻ അസോസിയേറ്റ് പതുക്കെ പോയി ചോദിച്ച്, ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. എന്താണ് ഒന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്യ്, ലാലേട്ടൻ വരട്ടെ. ലാലേട്ടൻ ജോയിൻ ചെയ്തില്ലായിരുന്നു, ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്ത പടത്തില്. ലാലേട്ടൻ വന്നതോടുകൂടി ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇവിടെ തുടങ്ങി, കുഴപ്പമില്ല, അടിപൊളിയാണല്ലോ. എന്നാലും ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ, ഇത്രയും റിസൾട്ട്. ഈ സംഭവം വന്നോണ്ടാണ്. പിന്നെ ലാലേട്ടൻ വിളിച്ച രീതി ഭയങ്കര രസമായിട്ട് ചെയ്യുന്നത്. ഞാൻ ഉണ്ടല്ലോ, പിന്നെന്തിനാ സ്മരണാർത്ഥം ഒരു കിണ്ടി അല്ല. പണ്ട് എന്താ വെച്ചാൽ, പണ്ട് ആ സമയത്തൊക്കെ പടം റിലീസായ സമയങ്ങളിലൊക്കെ തന്നെ നമ്മള് എല്ലാ ഫംഗ്ഷന് പോകും, മിക്കവാറും അവരൊരു സമ്മാനമായിട്ട് കിണ്ടിയാ തരാം. അതൊരു രസമാണ് അവർക്ക്. അങ്ങനെ കുറെ കിണ്ടി വീട്ടിലുണ്ട്.